عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം, മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അവന് വേണ്ടിയുള്ളതാണ്, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, കാരണം നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറയുമ്പോൾ നോമ്പിന് അല്ലാഹു നൽകുന്ന സ്ഥാനമാണ് നമുക്കതിലൂടെ മനസ്സിലാകുന്നത്. അവൻ എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികൾ നമ്മുടെ കുട്ടികളല്ല എന്നല്ലല്ലോ, മറിച്ച് അവനിൽ നമ്മൾ വേറെ എന്തോ ഒരു പ്രത്യേക ഗുണം കണ്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു പ്രത്യേകമാക്കി പറഞ്ഞതാണിത്. വസ്സിയാമു ജുന്ന, നോമ്പ് എന്നത് എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ്. വഇദാ കാന യൗമു സൗമി അഹദിക്കും, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുത്ത ദിവസത്തിൽ ഫലാ യർഫുസ് വലാ യസ്ഖബ്, അവൻ അശ്ലീലം പറയുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. നോമ്പുകാരനായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അനാവശ്യമായ വാക്കുകൾ പറയുകയോ അശ്ലീലമായ, നമുക്കൊരു മുസ്ലിമിനോട് യോജിക്കാത്ത വാക്കുകൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, ഇനി ആരെങ്കിലും അവനോട് തർക്കിക്കാനോ അവനെ ചീത്ത പറയാനോ വരികയാണെങ്കിൽ ഫൽയഖുൽ ഇന്നിംറുഉൻ സായിം, ഞാൻ ഒരു നോമ്പുകാരനാണ് എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. നോമ്പുകാരനാണ് എന്ന ബോധം അവനെ തിരിച്ച് പ്രതികരിക്കുന്നതിൽ നിന്ന് തടയണം. അതുപോലെ വേണമെങ്കിൽ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്യാം. കാരണം നമ്മോട് തർക്കിക്കാൻ വരുന്ന ആളുകൾക്കും നോമ്പുകാരനാണ് എന്ന ബോധം, നോമ്പുകാരനിൽ നിന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ബോധം അവന്റെ മനസ്സിലേക്ക് കൂടെ കടന്നു വരാൻ ഈ ഒരു വാക്ക് കാരണമായേക്കാം. അതുകൊണ്ട് ഒന്നുകിൽ മനസ്സിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ നോമ്പുകാരനാണ് എന്ന കാരണത്താൽ അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ലഖുലൂഫു ഫമിസ് സായിം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരന് നോമ്പു മൂലമുണ്ടാകുന്ന അവന്റെ വായലയുടെ വ്യത്യാസം അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അത്രയും വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കണക്കാക്കിയിരിക്കുന്നു. ലിസ്സായിം ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. യഫ്റഹുഹുമാ, അവന് സന്തോഷിക്കാനുള്ള രണ്ട് സന്തോഷങ്ങൾ. ഇദാ അഫ്തറ ഫരിഹ, നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു ഇബാദത്ത് നല്ല നിലയിൽ പൂർത്തീകരിച്ചു എന്നതിന്റെ സന്തോഷവും ആ നോമ്പ് കഴിഞ്ഞു എന്നതിന്റെ ഒരു ആശ്വാസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. എന്നാൽ വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, എന്നാൽ ആ നോമ്പ് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ നോമ്പനുഷ്ഠിച്ചതിന്റെ പേരിൽ അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. പരമമായ സന്തോഷത്തിന് വകയാണ് വ്രതാനുഷ്ഠാനം, അല്ലാഹു തആലക്ക് വേണ്ടിയുള്ള നോമ്പനുഷ്ഠിക്കൽ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്താതെ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.